അറിവ് അഗ്നിയാണ്, ശക്തിയാണ്. അത് പകർന്നു നൽകുന്നത് ദൈവീക കർമ്മവും. സ്കൂൾ പഠനം അപ്രാപ്യമായിരുന്നൊരു കാലഘട്ടത്തിൽ സാധുക്കളായ മലയോര മേഖലയിലെ മക്കൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നുകൊണ്ട് ഒരു നാടിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി കോതമംഗലം രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അക്ഷര തറവാട് കരിമണ്ണൂർ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് നവതിയുടെ നിറവിലാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന പ്രദേശമാണ് കരിമണ്ണൂർ. BC 3-ാം നൂറ്റാണ്ടിലും ഇവിടം മനുഷ്യരെ കൊണ്ട് സജീവമായിരുന്നു. ജനസംഖ്യ വർദ്ധിച്ച് മികച്ച വിദ്യാഭ്യാസം എന്ന ചിന്തയിൽ നിന്നുമാണ് 1935 നമ്മുടെ വിദ്യാലയം കരിമണ്ണൂർ സെയിന്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചത്. പുരോഗമന ചിന്താഗതിയുള്ള സമൂഹം ജാതി, മതം, വർഗം, വർണ്ണം വ്യത്യാസമില്ലാത്ത സാധാരണക്കാരെയും പരിഗണിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി. അങ്ങനെ നാടിന്റെ സർവ്വ ഐശ്വര്യങ്ങളുടെയും പ്രതീകമായി ഈ വിദ്യാലയം കരിമണ്ണൂരിന്റെ അക്ഷര തറവാടായി ഇന്നും നിലകൊള്ളുന്നു. 1935 കിഴക്കൻ പ്രദേശത്തെ ആദ്യ ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ വിദ്യാലയം 1949 ഹൈസ്കൂൾ ആയും 1998 ഹയർ സെക്കൻഡറി ആയും ഉയർത്തപ്പെട്ടു. 1975 സുവർണ ജൂബിലിയും 2010 വജ്ര ജൂബിലിയും സമുചിതമായാണ് കൊണ്ടാടിയത്. ഗതകാല സ്മരണയുണർത്തുന്ന വിദ്യാലയത്തിന്റെ പഴയ കെട്ടിട സമുച്ചയം കാലപ്പഴക്കം വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന പുതിയ രൂപത്തിലേക്കുള്ള മാറ്റം തുടങ്ങിയത് വജ്ര ജൂബിലിയുടെ ഭാഗമായിട്ടാണ്. അതിന്റെ പൂർത്തീകരണമാണ് ഈ നവതി ആഘോഷവർഷത്തിൽ സ്റ്റേജിന്റെ മുകളിലായുള്ള ചാപ്പലിന്റെ നിർമ്മാണത്തോടെ പൂർത്തിയായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിദ്യാലയത്തിന്റെ പഴയ പ്രൗഢിയിലേക്ക് കൊണ്ടുവരുവാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരവധിയാണ് നടന്നിട്ടുള്ളത്. ആധുനിക രീതിയിൽ സജ്ജീകരിച്ച മൈതാനത്തിന് നിർമ്മാണവും പുതിയ പ്രവേശന കവാടവും ആധുനികത വിളിച്ചോതുന്ന ലാൻഡ്സ്കേപ്പ് ഗാർഡനും അവയിൽ ചിലതാണ്. പഠന പുരോഗതി കൈവരിക്കാൻ മുഴുവൻ ക്ലാസുകളും ഹൈടെക് സജ്ജീകരണത്തിലേക്ക് മാറിയതും ഇക്കാലത്താണ്. ഇതിൻ്റെയെല്ലാം ഫലമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച വിജയങ്ങളാണ് ഈ വിദ്യാലയം നേടിക്കൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ജില്ലാതല മികവുത്സവത്തിൽ 1-ാം സ്ഥാനം, സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമായ SCERTയുടെ മികവ് സീസൺ 4ലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലയിലെ ഏക ഹൈസ്കൂൾ, സംസ്ഥാനത്ത് ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച 5 വിദ്യാലയങ്ങളിൽ ഒന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഹരിത വിദ്യാലയം, വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ സീസൺ 3യിലെ ഫൈനലിസ്റ്റ് എന്നിങ്ങനെ ഒരുപിടി നേട്ടങ്ങൾ. കൂടാതെ 28 വർഷങ്ങൾക്ക് ശേഷം ഉപജില്ലാ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതും കഴിഞ്ഞ 3 വർഷങ്ങളായി കിരീടം നിലനിർത്തിയതും പ്രതീക്ഷ നൽകുന്നതാണ്. ആദ്യമായി ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് 2022-23 അധ്യയന വർഷത്തിലാണ്. പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും ആ നേട്ടവും നമുക്ക് തുടരാനായി. ഇതോടൊപ്പം പതിവ് പോലെ ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതം, IT, പ്രവൃത്തി പരിചയം എന്നിങ്ങനെ എല്ലാ മേളകളിലും ഉപജില്ലാ ഓവറോൾ ചാമ്പ്യൻസ് ആകുവാനും സാധിച്ചു. സംസ്ഥാന കായികമേളയിൽ ഒരു വെങ്കലം നേടാനായത് കരിമണ്ണൂരിൻ്റെ കായിക സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു. 16 ഇനങ്ങളിലായി 14 വിദ്യാർത്ഥികളാണ് ഇക്കുറി സംസ്ഥാന കായികമേളയിൽ മത്സരിച്ചത്. കൂടാതെ നീന്തൽ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റോളർ സ്കേറ്റിംഗ്, വടംവലി, ആർച്ചറി, ബോക്സിംഗ്, സൈക്ലിംഗ്, ചെസ്, തൈക്കൊണ്ടോ തുടങ്ങിയവയിലെല്ലാം നമ്മുടെ കായിക താരങ്ങൾ നേട്ടങ്ങൾ കൈവരിച്ചു. ഗെയിംസ് ഇനങ്ങളിൽ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, സബക് താക്രോ, ഹോക്കി, സോഫ്റ്റ്ബോൾ, ഹാൻഡ്ബോൾ, വോളിബോൾ എന്നിവയിലെല്ലാം ഉപജില്ലാ ചാമ്പ്യൻസ് എന്ന നേട്ടം കൈവരിച്ചു. 2024-25 സംസ്ഥാന കലോത്സവത്തിൽ 8 ഇനങ്ങളിലായി കരിമണ്ണൂരിൻ്റെ 50ഓളം വിദ്യാർത്ഥികൾ മത്സരിച്ച് A ഗ്രേഡുകൾ കരസ്ഥമാക്കി. സംസ്ഥാന സാമൂഹ്യശാസ്ത്രമേളയിൽ വീണ്ടും ഓവറോൾ ചാമ്പ്യൻസ് ആയതും, സംസ്ഥാന ശാസ്ത്രമേളയിൽ ഫസ്റ്റ് റണ്ണറപ്പ്, സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ 3rd റണ്ണറപ്പ് എന്നീ നേട്ടങ്ങളും ഈ കാലയളവിൽ തന്നെയാണ് സംഭവിച്ചത്. വിദ്യാർത്ഥികൾ ഉന്നത നേട്ടത്തിൽ എത്തിയതിനൊപ്പം അധ്യാപക കലോത്സവത്തിലും അധ്യാപകർക്കുള്ള സംസ്ഥാനതല ശാസ്ത്ര പ്രൊജക്റ്റിലും സംസ്ഥാനതല ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ടീച്ചിങ് എയ്ഡ് മത്സരങ്ങളിലും നമ്മുടെ അധ്യാപകർ സമ്മാനാർഹരായി. കഴിഞ്ഞ 3 വർഷങ്ങളിലായി ജില്ലയിലും കോതമംഗലം രൂപതയിലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ 10-12 ക്ലാസുകളിലെ പൊതുപരീക്ഷ എഴുതുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഫുൾ A+ നേടുന്നതും നമ്മുടെ വിദ്യാലയത്തിന്റെ അക്കാദമിക മികവാണ്. 2024 SSLC പരീക്ഷയിൽ 100% വിജയത്തോടൊപ്പം 85 വിദ്യാർത്ഥികൾ ഫുൾ A+ നേടി. +2 പരീക്ഷയിൽ 94% വിജയത്തോടെ 76 വിദ്യാർത്ഥികളും ഫുൾ A+ നേടി. +1 പരീക്ഷയിൽ 92% വിജയത്തോടെ രൂപതയിൽ ഒന്നാമതായി 43 പേർ ഫുൾ A+ നേടി. 7ാം ക്ലാസ്സിലെ സംസ്ഥാനതല മത്സര പരീക്ഷയായ USS
48,000 രൂപയുടെ ദേശീയ സ്കോളർഷിപ്പ് ലഭിക്കുന്ന NMMS എന്നിവയിലൊക്കെ മികച്ച നേട്ടമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നേടുന്നത്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന തളിര് സ്കോളർഷിപ്പ് പരീക്ഷയിലും എല്ലാ വർഷവും 50,000 രൂപയുടെ സ്കോളർഷിപ്പ് നമ്മുടെ വിദ്യാർത്ഥികൾ നേടുന്നു. വിദ്യാർത്ഥികൾക്ക് ചിട്ടയായ അച്ചടക്ക പരിശീലനം നൽകുന്നതും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതുമായ സ്റ്റുഡൻറ് പോലീസ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്, ലിറ്റിൽ കൈറ്റ്സ്, NSS എന്നിവയെല്ലാമുള്ള ചുരുക്കം വിദ്യാലയങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. ഡൽഹി റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ജില്ലയിലെ ആദ്യ ഹൈസ്കൂൾ NCC കേഡറ്റും നമ്മുടെ വിദ്യാലയത്തിൽ നിന്നാണ്. ഇതോടൊപ്പം +2 വിഭാഗത്തിൽ NCC ആരംഭിക്കുവാനും ഈ കാലയളവിൽ സാധിച്ചു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ SPC കേഡറ്റുകൾ 10ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+ നേടുന്ന വിദ്യാലയം, എല്ലാ വർഷവും 30-ലധികം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രാജ്യപുരസ്കാർ നേടുന്നതും നമ്മുടെ വിദ്യാലയം എന്നത് അഭിമാനം തന്നെ. NSS നേതൃത്വത്തിൽ അനാഥാലയത്തിൽ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന പാഥേയം എന്ന പദ്ധതി, സൗഹൃദ ക്ലബ്ബ്, YIP എന്നിവയുടെ നേതൃത്വത്തിലുള്ള പരിപാടികൾ, KCSL, DCL എന്നിവയുടെ നേതൃത്വത്തിലുള്ള വിവിധ മത്സരങ്ങളിലെ വിജയങ്ങളും എടുത്തു പറയേണ്ടതാണ്. ഇതോടൊപ്പം നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് ഈ വർഷങ്ങളിൽ നമ്മൾ നടത്തിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ. ഏകദേശം 5 ലക്ഷം രൂപയിൽ അധികമാണ് ഓരോ വർഷവും നമുക്ക് ചാരിറ്റി ഇനത്തിൽ സ്വരൂപിച്ച് വിതരണം ചെയ്യാൻ സാധിക്കുന്നത്. NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നേതൃത്വത്തിൽ ഭവനരഹിതർക്കായിട്ടുള്ള സ്നേഹവീട് പദ്ധതിയും ഹൈസ്കൂൾ വിഭാഗത്തിന്റെ നന്മ ഭവനം പദ്ധതിയും ഈ കാലയളവിലായിരുന്നു. ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദേശീയരുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിലൂടെ ഇംഗ്ലീഷ് പരിപോഷിപ്പിക്കുന്നതിനായി ഇക്കാലയളവിൽ 30-ലധികം വിദേശീയരെ വിദ്യാലയത്തിൽ എത്തിക്കുവാനായി. ഇതിനൊക്കെ വഴി തുറന്നു തന്നത് വിദ്യാർത്ഥികളെ മനസ്സിലാക്കുവാനും അവരുടെ കുടുംബങ്ങളെ ചേർത്ത് നിർത്തുവാനുമായി തുടങ്ങിയ KYC, നോ യുവർ ചൈൽഡ്, കേസ് സ്റ്റഡി തുടങ്ങിയ സംസ്ഥാന തലത്തിൽ വിദ്യാലയത്തിന് അഭിനന്ദനങ്ങൾ നേടിത്തന്ന നൂതന പരിപാടികളാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മികച്ച രക്ഷാകർതൃ സമിതിക്കുള്ള ജില്ലാ പുരസ്കാരം നേടുന്ന കൂട്ടായ്മയാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ കരുത്ത്. 2025 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന കരിമണ്ണൂരിലെ അക്ഷരത്തറവാട് നവതി ആഘോഷത്തോടനുബന്ധിച്ച് ഒരുപിടി പരിപാടികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. 2024 ജനുവരി 26 നടത്തിയ വിളംബര ജാഥയോടെ തുടങ്ങിയ നവതി വാർഷികാഘോഷം ജനുവരി 27 ഉദ്ഘാടനം ചെയ്തു. അഖില കേരള അടിസ്ഥാനത്തിൽ ISROയോട് ചേർന്ന് ജ്യോതിശാസ്ത്ര പ്രദർശനം, ചരിത്ര സാംസ്കാരിക പ്രദർശനം, കരിയർ ഗൈഡൻസ്, കരിയർ എക്സ്പോ, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി ഉപന്യാസ മത്സരം, പൊതുവിജ്ഞാന ക്വിസ്, 90 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം, സന്യസ്തരും സമർപ്പിതരുമായ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം, പൂർവ്വ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി മഹാസംഗമം എന്നിവയാണ് ഏറ്റവും ആഘോഷമാക്കിയ ചില പരിപാടികൾ. കൂടാതെ ലബോറട്ടറി സമുച്ചയ നിർമ്മാണം, നവതി സ്മാരകമായി ചാപ്പൽ നിർമ്മാണം എന്നിവയുമൊക്കെയായി ഇന്ന് 1 വർഷം നീണ്ടുനിന്ന നവതി ആഘോഷത്തിന് സമാപനം കുറിക്കുകയാണ്. കോതമംഗലം രൂപതയുടെ അഭിമാനമായ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസത്തിന്റെ നേർമുഖമായ കരിമണ്ണൂർ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 മുതൽ 12 വരെ ക്ലാസുകളിലായി 2500ഓളം വിദ്യാർത്ഥികളും നാളിതുവരെ 1,00,000-ൽ പരം പൂർവ്വ വിദ്യാർത്ഥി സമ്പത്തുമായി കൂടുതൽ വിജയങ്ങൾ നേടുവാൻ കുതിക്കട്ടെ. 90 വർഷങ്ങളിലെ വിജയങ്ങൾ എത്തിപ്പിടിക്കുവാൻ നമ്മെ സഹായിച്ചത് കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്ന മാനേജ്മെന്റ്, അതിൻ്റെ ചാലകശക്തിയായ മാനേജർമാർ, നാളിതുവരെ മികച്ച നേതൃത്വം നൽകുന്ന പ്രഥമ അധ്യാപകർ, സ്വയം സമർപ്പിതരായ അധ്യാപക അനധ്യാപകർ, ഉജ്ജ്വല മാതൃക നൽകുന്ന രക്ഷാകർതൃ കൂട്ടായ്മ, ദേശീയ സംസ്ഥാന തലങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്ന വിദ്യാർത്ഥികൾ, വിദ്യാലയത്തിന്റെ പുരോഗതിയെ കാംക്ഷിക്കുന്ന പൂർവ്വ അധ്യാപകർ, വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികളായ നാട്ടുകാർ, വിവിധ സർക്കാർ വകുപ്പുകൾ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എന്നിവയൊക്കെയാണ്. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി.